മഴയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന സുന്ദരിയായ ഹൈറേഞ്ചിന്റെ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇടുക്കി ബഡ്ഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പുഷ്പഖണ്ഡത്തേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട്. ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് കാറ്റാടിയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും പുഷ്പഖണ്ഡത്തെ കാറ്റാടിപ്പാടം കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അങ്ങനെ പുഷ്പഖണ്ഡത്തുള്ള കാറ്റാടിപ്പാടത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് നടക്കാം. കിളിയുടെ കളകളാരവങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ കിളിയുടെ സൗണ്ട് നിന്നു. ആ വഴിയിലൂടെ എന്തായാലും മുമ്പോട്ട്. എന്നും പറയുന്ന പോലെ അസ്തമയത്തോടടുക്കുന്ന സൂര്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. സൂര്യൻ്റെ വെട്ടം കാഴ്ചകളൊക്കെ കണ്ട വഴിയിലൂടെ കുറച്ച് ദൂരം മുമ്പോട്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ കിളിയുടെ സൗണ്ട്. ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നിങ്ങൾക്ക് പ്രകൃതിയെ അടുത്ത് കാണാം. വളരെ മനോഹരമായ കാഴ്ച. നനഞ്ഞ പുല്ലിൻ്റെ തലോടലേറ്റ് കുറച്ച് ദൂരം മുമ്പോട്ട്. കാഴ്ചയുടെ വസന്തം ഒരുക്കി പ്രകൃതി. മനോഹരമായ കാഴ്ച. നല്ല അടിപൊളി കാറ്റേറ്റ് ഈ പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങകലെ മഞ്ഞു മൂടിയ താഴ്വരകളുടെ ദൃശ്യം ഒരിക്കൽ കൂടി. എൻ്റെ സാഹിത്യം കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? ഇപ്പം മാസ്റ്റർ ബാങ്ക് വിളിക്കുന്ന കേൾക്കാം. 5 മണിയായിട്ടാണ് സമയം. നേരെ പള്ളിയിലേക്ക് പോവേ. അവിടെ ഒരു ഫാമുണ്ടേ, പശു ഫാമാണെന്ന് തോന്നുന്നു. ഇതാണ്. ഈ വഴി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് നടക്കാൻ പറ്റും. എന്തായാലും പള്ളിയിൽ പോകാനുള്ള സമയമായി. നേരെ പള്ളിയിലോട്ട് പോകാം. ഇതാണ് പുഷ്പഖണ്ഡം പള്ളി. പള്ളിയും അതിൻ്റെ പരിസരവും എത്ര മനോഹരമായിട്ടാണ് അവർ പരിപാലിക്കുന്നത്. കണ്ടു നോക്കൂ. ശേഷം നോമ്പ് തുറക്കാനായി മുണ്ടിരുമ പള്ളിയിലേക്ക്, കൂടെ മനാഫും. ഇന്ന് നോമ്പ് തുറക്കാൻ സമൂസയും അലുവായും ഈത്തപ്പഴവും ചായയുമായിരുന്നു. മനാഫ് ഇടം വലം നോക്കാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം പതിവ് പോലെ കപ്പ ബിരിയാണിയും കഞ്ഞിയും. അതിനുശേഷം അടുത്ത ബേക്കറിയിൽ പോയി ഒരു കാപ്പിയും കൂടി കുടിച്ചു. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.